ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത ഡ്രോണാണ്. പ്ലൂട്ടോ എക്സ് എന്ന് പറയുന്ന ഡ്രോൺ. ഇതിൽ ക്യാമറ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണിലാണ് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അത് ബിൽഡ് ചെയ്യുന്നതിൻ്റെ മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വെർഷനായ പ്ലൂട്ടോ 1.2 എന്ന് പറയുന്ന ഡ്രോൺ ബിൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ അഡീഷണൽ ആയിട്ട് IR സെൻസറും കൂടി സെറ്റ് ചെയ്യാനായിട്ട് പോകണം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ഡ്രോൺ ആയിട്ട് മാറും. എന്തെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരും. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. IR സെൻസർ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അവർ തന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ജസ്റ്റ് ഒരു 3D പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്റ്റിംഗ് വയറും ഇതുപോലത്തെ ജമ്പർ വയർ അവർ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചാണ്ട് കണക്ട് ചെയ്യുക. ഇതിൻ്റെ ക്യാമറ കണക്ട് ചെയ്ത് ഡ്രോണിൻ്റെ തൊട്ട് അടുത്തുള്ളത് പ്ലൂട്ടോ 1.2 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് 3 പിന്നിൽ ഈ ഒരു പോർട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഇത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിന്ന് പവർ എടുത്തിട്ട് നമ്മൾ നേരെ IR സെൻസറിലോട്ട് കൊടുക്കാം. ഇതിലുള്ള ഈ റെഡ് വയറാണ് പവർ. അത് നമ്മൾ ഇതിലുള്ള VCC എന്നുള്ള പോർട്ടിൽ കൊടുക്കാം. ഇതിൽ VCC എന്നുള്ള പോർട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ ഒരു റെഡ് വയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ സെൻട്രലിലെ വയർ നമ്മൾ ഒഴിവാക്കി. നമ്മളിതാ ഇനി സെൻട്രലിലുള്ള വയർ ഒഴിവാക്കിയതിന് ശേഷം ഈ ലാസ്റ്റുള്ള വയർ അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഗ്രൗണ്ട്, ഇത് രണ്ടുമാണ് ഇതിലോട്ടുള്ള പവർ. ഇത് നമ്മൾ കൊടുക്കുക. സെൻട്രലിൽ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടും കൊടുത്തു. ഇനിയുള്ള ഈ ഒരു ഡ്രോണിൻ്റെ പാർട്ടിൽ സെൻട്രലിലുള്ള പാർട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുക. പ്ലസ് ഔട്ട് എന്നുള്ള പോർട്ടിൽ. ഇത്രയേ ഉള്ളൂ കണക്ഷൻ. ഇനി നമ്മൾ ഇതിലോട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഇനി വയറും കാര്യങ്ങളൊക്കെ നമ്മൾ തടസ്സമില്ലാതെ ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പ്ലൂട്ടോ ബ്ലോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോജിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ഇഫ് ഡു എന്ന് പറഞ്ഞ ബ്ലോക്ക് നമ്മൾ എടുക്കാം. അത് നമ്മൾ പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അത് പിക്കായില്ല. അപ്പോൾ നമ്മൾ ഇഫ് ഡു എന്നുള്ള ബ്ലോക്ക് നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ പ്ലൂട്ടോ ലൂപ്പ് എന്നുള്ള സെൻട്രൽ ഓപ്ഷനിൽ കൊടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോജിക് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നോട്ട് എന്ന് പറഞ്ഞത് നമ്മൾ നേരെ ഇഫിൽ കൊടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ നേരെ GPIO എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം നോട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിലുള്ള വാല്യൂ നമ്മൾ 10 ആക്കി കൊടുക്കുക. അടുത്ത നമ്മൾ നേരെ ഇവിടെ റിമോട്ട് കൺട്രോൾ ഉണ്ട്. അതിൽ നമ്മൾ സെറ്റ് പിച്ച് 1000 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിത് ഡൂവിൽ കൊടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് വാല്യൂ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി അവിടെ സെറ്റിങ്സിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തതിന് ശേഷം നമ്മൾ എൽസ് അതുപോലെ തന്നെ ഇഫിലോട്ട് കൊടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എൽസ് ഇഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം എൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇഫിലോടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇവിടെ എൽസ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് റിമോട്ട് കൺട്രോളിൽ പോവുക. സെറ്റ് പിച്ച് 1000 എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ കൊടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളത് എടുത്തതിന് ശേഷം എൽസിൽ കൊടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ 1000 എന്ന് വാല്യൂ ഉള്ള സ്ഥലത്ത് നമ്മൾ നേരെ അതിൽ തന്നെ റിമോട്ട് കൺട്രോളിൽ തന്നെ പോയതിന് ശേഷം ഇവിടെ RC പിച്ച് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ട്. അത് നമ്മൾ കൊടുന്നാണ്ട് 1000 വാല്യൂ ഉള്ള സ്ഥലത്ത് കൊടുന്നാണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ സെറ്റിങ്സ് ഓപ്പൺ ഒഴിവാക്കി കൊടുക്കാം. ഇനി നമ്മളിതിവിടെ സ്പാനറിൻ്റെ ഐക്കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ബിൽഡ് ആവും. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് ഒരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ബിൽഡായിട്ട് വരും. ഇതുപോലെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ പോപ്പപ്പ് മെസ്സേജ് വരും. ഇനി നമ്മുടെ ലാപ്ടോപ്പ് ഡ്രോണിൻ്റെ വൈഫൈ ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതവിടെ ഫ്ലാഷിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോണിലോട്ട് ഈ ഒരു പ്രോഗ്രാം അപ്ലോഡായിട്ട് വരും. അതും ഇതുപോലെ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇതുപോലെ പോപ്പപ്പ് മെസ്സേജ് വരും, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇതാ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് വയർ റീകണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു IR സെൻസറിൻ്റെ, അത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതാ നമ്മുടെ പ്ലൂട്ടോ ആപ്പുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു, നമ്മുടെ റിമോട്ട് ആപ്പുമായിട്ട്. ഇതിൽ ഡെവലപ്പർ മോഡ് ഉണ്ട്, നമ്മൾ ഓൺ ഓഫ് ചെയ്തൊക്കെ നോക്കി നോക്കാം. ഇതാണ് ഡെവലപ്പർ മോഡ്. ഇനി നമ്മളിതാ ഇതുപോലെ നമ്മുടെ IR സെൻസർ വർക്കിംഗ് ആണ് ചെക്ക് ചെയ്തൊക്കെ. ഇതുപോലെ ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലും എടുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ ഗ്രീൻ LED ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും IR സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡ്രോണിൽ ചാർജ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചുമരിൽ അടുത്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബാക്കിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി നോക്കാം. ഗുഡ് ബൈ. ഷോർട്ടായി